അത് വിഷ്ണുവേട്ടന്റെ ഡെത്ത് സർട്ടിഫിക്കറ്റിനായി എനിക്കും രശ്മിക്കും മധുരയിലെ ഹോസ്പിറ്റൽ വരെ ഒന്ന് പോണം. ശിവനും കൂടി കൂടെ വരണം. അത് പറയാൻ വേണ്ടിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നേ. മറ്റു ബുദ്ധിമുട്ടൊന്നും ഇല്ലെങ്കിൽ. എന്ത് ബുദ്ധിമുട്ട്? മധുരയല്ലേ, നമുക്ക് പോയേക്കാം. പിന്നെ അറിയാലോ, വിഷ്ണുവേട്ടൻ പോയ വിവരം സത്യാമ്മയെ അറിയിക്കാനുള്ള മനോധൈര്യം എനിക്കിപ്പോഴും ഉണ്ടായിട്ടില്ല. ഇനിയിപ്പോ അതെപ്പോ ഉണ്ടാവുമെന്നും അറിയില്ല. അതുവരെ ഈ കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് വെക്കണം. ഈ യാത്രയ്ക്ക് നമ്മളിപ്പോ പറയാൻ പോകുന്ന കഥ വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. എന്നിൽ നിന്ന് ഒരു രഹസ്യം പുറത്തു പോവില്ല, എന്നെ വിശ്വസിക്കാം. ആ ചോദ്യം എന്നോട് തന്നെ പലതവണ ഞാൻ ചോദിച്ചതാ. പക്ഷെ അറിഞ്ഞു കഴിയുമ്പോ ഏത് രീതിയിൽ അവര് റിയാക്ട് ചെയ്യുന്നെന്ന് അറിയില്ലല്ലോ. അച്ഛന്റെ അവസ്ഥ ശിവനും കാണുന്നല്ലേ. എന്താ പെട്ടെന്ന് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ആ പേടി ഉള്ളിലുണ്ടെന്ന് കൂട്ടിക്കോളൂ. കാര്യം ശരിയാ, പക്ഷേ പിന്നീട് വലിയൊരു പ്രതിക്കൂട്ടിൽ ശാലിനി നിൽക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യം പിന്നാലെ കിടപ്പുണ്ട്. എല്ലാം ഒളിപ്പിച്ചു വെച്ചതിന് അന്ന് ഒറ്റയ്ക്ക് നിന്ന് മറുപടി പറയേണ്ടി വരും. ആ ഒരു കടമ്പ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാ ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ചില സമയങ്ങളില് എല്ലാം തുറന്നു പറഞ്ഞാലോന്ന് തോന്നിയിട്ടുണ്ട്. പക്ഷെ എനിക്ക് സാധിക്കുന്നില്ല. ഇതിപ്പോ വിഷ്ണുവേട്ടന്റെ ഇൻഷുറൻസ് തുക കൊണ്ട് പാവപ്പെട്ട ഒരു കുടുംബത്തിന് വീട് വെച്ചു കൊടുക്കണം. ഒരു പുണ്യപ്രവൃത്തി. അതിനുവേണ്ടിയാ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ് വാങ്ങിക്കണമെന്ന് പറഞ്ഞത്. പറഞ്ഞാ മതി, എപ്പോ വേണമെങ്കിലും ഞാൻ റെഡിയാ. എന്നാ പിന്നെ ഇനിയൊരു യാത്ര പറച്ചിലില്ല.